ഇത് രോഗം സ്ഥിരീകരിച്ചൊരു പശ്ചാത്തലത്തിൽ എന്തൊക്കെ നടപടികൾ, എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശം, എന്തൊക്കെ മുൻകരുതൽ നടപടികൾ വേണമെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ടോ? ഇതിനൊരു പ്രോട്ടോകോൾ സ്വാഭാവികമായി ഉണ്ടാകുമല്ലോ. ഇത് വേഗത്തിൽ പടരുന്നതും അത്തരത്തിലുള്ളൊരു സ്വഭാവമുള്ള ഒരു രോഗമായതുകൊണ്ട് നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അക്കാര്യത്തിൽ എന്താണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്? അത്തരമൊരു പ്രോട്ടോകോൾ ഇതിനോടകം ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ടോ? വിജയകുമാർ, നിലവിൽ കേരളത്തിൽ എംപോക്സ് ലക്ഷണങ്ങളോടെ കണ്ടെത്തിയത് ഒരാളെ മാത്രമാണ്. അപ്പോൾ തന്നെ ഈ ലക്ഷണങ്ങൾ പ്രകടമായതോടുകൂടി തന്നെ ഇദ്ദേഹത്തെ ഐസൊലേഷനിലേക്ക് ആക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്കാണ് പ്രധാനമായും രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഈ വ്യക്തിയെ ഐസൊലേഷനിലേക്ക് മാറ്റുക എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശം. ഒപ്പം ഈ എയർപോർട്ടുകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളും പരിശോധനകളും നൽകിയിട്ടുണ്ട് എന്നതാണ് നിലവിൽ ആരോഗ്യവകുപ്പ് അറിയിക്കുന്ന കാര്യം. ഈ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരാനുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ ഈ വ്യക്തിക്ക് ആവശ്യമായ ചികിത്സ നൽകുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് കൃത്യമായ ഒരു പ്രോട്ടോകോൾ ആരോഗ്യവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ എത്തിയ യുവാവുമായി സമ്പർക്കത്തിലുള്ളവരുടെ കൃത്യമായൊരു വിവരങ്ങളും നിലവിൽ ആരോഗ്യവകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റൊരാൾക്കും തന്നെ സമാനമായ ലക്ഷണങ്ങൾ ഇല്ല എന്നുള്ളൊരു പ്രാഥമിക നിഗമനമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ അണുബാധ ശരീരത്തിലെത്തിയാൽ 4 മുതൽ 10 ദിവസങ്ങൾക്ക് ശേഷമാണ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. അത് പനിയായി ലക്ഷണങ്ങൾ പ്രകടമാകും. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചിക്കൻ പോക്സിന് സമാനമായ പാടുകൾ കാലിലും ഈ കയ്യിലുമായിരിക്കും പ്രധാനമായും ഈ ചിക്കൻ പോക്സിന് സമാനമായ പാടുകൾ പ്രകടമാകുന്നത്. ഈ യുവാവിന് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടതോടുകൂടിയാണ് ആരോഗ്യവകുപ്പ് നിരീക്ഷിച്ചതും സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തത്. പ്രാഥമിക പരിശോധനയിൽ തന്നെ അത് ചിക്കൻ പോക്സിന്റെ ലക്ഷണങ്ങളല്ല എന്ന് ആരോഗ്യവകുപ്പിലെ വിദഗ്ധർ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മങ്കി പോക്സ് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഈ സംശയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ലാബിലേക്ക് അയച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ കൃത്യമായൊരു നിരീക്ഷണം ആരോഗ്യവകുപ്പ് ഒരു സംശയമുള്ളത്, ഈ UAE-യിൽ നിന്ന് വന്ന 38 വയസ്സുകാരൻ ഇദ്ദേഹം വിമാനത്താവളത്തിൽ തന്നെ വൈദ്യസഹായം തേടുകയായിരുന്നു, ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. നാട്ടിൽ അദ്ദേഹം ആശുപത്രിക്ക് മുമ്പ് വീട്ടിലേക്ക് പോവുകയോ അത്തരത്തിലുള്ള സാധ്യതകളുണ്ടോ? നമുക്ക് അദ്ദേഹം എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്ന് അറിയാൻ കൂടി ചോദിച്ചതാണ്. അത്തരമൊരു സാധ്യത ഉണ്ടായിരുന്നോ? അതോ നേരെ വിമാനത്താവളത്തിൽ നിന്ന്, എയർപോർട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് എന്ന നിലയിൽ മാറ്റുകയായിരുന്നു അദ്ദേഹത്തെ? വിജയകുമാർ, ഈ മലപ്പുറം സ്വദേശിയായ യുവാവ് മറ്റുള്ളവരിലേക്ക് ഒരു സമ്പർക്കം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. കാരണം ഈ എയർപോർട്ടിൽ എത്തുകയും അവിടെ നടത്തിയ പരിശോധനയിൽ ഈ രോഗലക്ഷണങ്ങൾ പ്രകടമായതോടുകൂടി തന്നെ വൈദ്യസഹായം തേടുകയായിരുന്നു എന്നുള്ള ഒരു വിവരമാണ് നിലവിൽ ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു സമ്പർക്ക പട്ടിക നിലവിൽ ആരോഗ്യവകുപ്പ് ഇതിൽ കാണുന്നില്ല. അതേസമയം ഒപ്പം സഞ്ചരിച്ച ആളുകളുടെ എല്ലാം തന്നെ വിവരങ്ങൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ ഈ രോഗലക്ഷണങ്ങൾ പ്രകടമായതും ഒപ്പം രോഗം സംശയിച്ച ഘട്ടത്തിലും തന്നെ അതിനുവേണ്ട മുൻകരുതൽ നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. ഈ മറ്റുള്ളവരിലേക്ക് രോഗം എത്താതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. വലിയ തരത്തിലൊരു മരണനിരക്ക് നിലവിൽ ഈ രോഗത്തിന് ഇല്ല എന്നതാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്ന കാര്യം. പക്ഷേ വ്യാപനശേഷി വളരെ കൂടുതലാണ് എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. കാരണം മറ്റ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഒരു വ്യക്തിക്ക് രോഗം വന്നത് അനേകായിരം ആളുകളിലേക്ക് പകരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്രത്തോളം ഒരു കർശനമായ നിരീക്ഷണവും പരിശോധനയും ജാഗ്രതാ നിർദ്ദേശവും എംപോക്സിന്റെ കാര്യത്തിൽ ആരോഗ്യവകുപ്പ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ യുവാവുള്ള ഈ ആശുപത്രിയിൽ പ്രത്യേക ഐസൊലേഷൻ വാർഡുകൾ ഇതിനോടകം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം, ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം വന്നാൽ അതിന് തക്ക പ്രവർത്തനങ്ങൾക്കായി വേണ്ടിയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും ഇതിനോടകം തന്നെ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ സാധാരണഗതിയിൽ ഈ രോഗം ബാധിച്ച് ഒരു 2 ആഴ്ചക്കകം തന്നെ രോഗം ഭേദമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ചില ഘട്ടങ്ങളിൽ അത് ന്യൂമോണിയയിലേക്കും മറ്റ് ഗുരുതരമായ അസുഖങ്ങളിലേക്കും ഇതിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മരണനിരക്ക് ക്രമാതീതം വലിയ തരത്തിൽ ഉയരാനുള്ളൊരു സാധ്യത ഇല്ല. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ രോഗം ഭേദമായി മടങ്ങാൻ സാധിക്കും. ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷ ഒരു നിമിഷം, ഇപ്പോൾ ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ വലിയ ജാഗ്രത വേണം. എല്ലാ ജില്ലകളിലും എംപോക്സ് നോഡൽ ഓഫീസർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ രോഗിയുടെ 38 വയസ്സുകാരനായ രോഗിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു.
അതായത് വ്യാപനശേഷി കൂടുതലാണ്, ജാഗ്രത പാലിക്കണം, ഐസൊലേഷൻ വാർഡുകൾ ഒരുക്കിയിട്ടുണ്ട് എന്നും ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വിവരം. മലപ്പുറത്ത് എംപോക്സ് സ്ഥിരീകരിച്ചു. UAE-യിൽ നിന്ന് വന്ന 38 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്.